ഇന്ന് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി ഒരുക്കുക. അപ്പം ലഗേജൊക്കെ കെട്ടി ട്രയൽ നോക്കി ഇങ്ങനെ എടുത്ത് നടക്കേണ്ടത്. എന്നിട്ട് പിന്നെ അമ്മേൻ്റെ വക സ്പെഷ്യൽ ഒരു പുതിച്ചോറുണ്ടായിരുന്നു. കുറേ വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് വിഭവങ്ങൾ മാത്രമായിട്ട് ഒരു കുഞ്ഞ് പുതിച്ചോറ്. ഇത് രാത്രി ട്രെയിനിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു ഫീൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കെട്ടി നേരെ ലഗേജൊക്കെ എടുത്ത് പിന്നെ നാട്ടിൽ നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ അവിടെ കൊണ്ടിടും. അപ്പം അത് കഴിഞ്ഞ് ട്രെയിൻ കൊണ്ടിട്ട് പാടുന്ന ട്രെയിനിലത് കയറിയിരുന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുത്തിട്ട് ഒരു നീലേശ്വരത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നന്ദ് കൊണ്ടിട്ടായിരുന്നു ഇഡ്ഡലി. അപ്പം ആ ഇഡ്ഡലിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് തിന്ന് പിന്നെ നേരെ ട്രെയിനിൽ കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഈ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നിട്ടാണ് ചായ കാപ്പി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ആക്ഷൻ എടുക്കാണ്ടിരിക്കുന്നത്. പിന്നെ മംഗലാപുരം ട്രെയിൻ നിർത്തിയപ്പോൾ നമ്മൾ മറ്റേ പുതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അപ്പം അത് അവിടെ നിന്ന് തുറന്നിട്ട് നമ്മുടെ രണ്ടാളും കൂടിയിട്ട് അതവിടെ നിന്ന് എടുത്ത് തന്നു. പിന്നെ എന്താ അറിയില്ല, വീക്കെൻഡ് ആയിട്ടും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അത് സ്ലീപ്പറിൽ പോയ അവസ്ഥയായിരുന്നു. ഒറ്റക്കൊറ്റക്ക് സീറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ കിടന്നിട്ടല്ല വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് സൈഡായി. ചെറുതായിട്ടൊരു തണുപ്പ് നല്ലോണം വീശാൻ വേണ്ടി തുടങ്ങി. അപ്പം അങ്ങാണ്ട് മാസ്ക് എടുത്തിട്ട് നന്നായിട്ട് കിടന്നിറങ്ങി. പിന്നെ രാവിലെ യശന്തൂർ എത്തിയപ്പോൾ മെജസ്റ്റിക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ യശന്തൂർ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, യശന്തൂരിൽ നിന്ന് വേഗം മെട്രോ അടിച്ചിട്ട് മെജസ്റ്റിക്കേക്ക് പോകാൻ വേണ്ടി നിന്ന്. എന്നിട്ട് ആടുന്ന് മെട്രോ കയറി മെജസ്റ്റിക്ക് പോകാൻ വേണ്ടി വേറെ കാരണമല്ല, നമ്മളെ വരുന്നൊരു കുട്ടി ആടെ വന്ന് നിൽക്കുക ചെയ്യുക. അപ്പം ആടെ പോയിട്ട് ഓളയും കൂട്ടിയിട്ടാണ് ഊബർ എടുത്ത് നമുക്ക് റൂമിലേക്ക് പോകാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ആടി ലഗേജൊക്കെ എടുത്ത് ആടെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാടി ഇരുന്ന് ഓള് ഊബറും പിടിച്ച് വന്നിട്ട് നമ്മൾ ആടുന്ന് ഊബർ എടുത്ത് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പം ഇനി ലഗേജ് അൺബോക്സിങ്ങും ലഗേജ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലായിട്ട് അടുത്തന്നെ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.